ഞാൻ എന്നെ പറ്റി ഒരു കഥ എഴുതാൻ വിചാരിച്ചു. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷേ എഴുതാൻ തുടങ്ങിയപ്പോൾ എന്താ എഴുതണ്ടെന്ന് അറിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയാലോ, അല്ലേ എന്നെപ്പറ്റി എന്തെങ്കിലും ഉണ്ടാക്കിയിരിക്കില്ലേ എഴുതാൻ പറ്റുമോ? ഞാനൊന്നും അല്ലല്ലോ. എനിക്കെന്താ, എനിക്കുണ്ടല്ലേ, ഞാൻ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആയി. എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു, ഇഷ്ടപ്പെട്ടതൊക്കെ പഠിച്ചു, ലൈഫിൽ ഭയങ്കര സക്സസ് ആയി, ആഗ്രഹിച്ചതൊക്കെ ചെയ്ത് ഞാനിപ്പോൾ സക്സസിൻ്റെ മുകളിൽ നിൽക്കുക. പക്ഷേ അവിടെ നിന്ന് എങ്ങോട്ടും നോക്കിയാ എനിക്ക് എന്നെ മാത്രം കാണാൻ പറ്റുന്നില്ല. സക്സസ്സാ, പക്ഷേ സക്സസ്സാ. എൻ്റെ കൂടെ പഠിച്ചവർ സക്സസ്സാ, എനിക്ക് ശേഷം പഠിച്ചവർ സക്സസ്സാ. പക്ഷേ അറിയോ, എനിക്കൊരു ഐഡൻറ്റിറ്റി എവിടെയോ ഇല്ല. ഞാനെന്നുള്ള ഒരു എക്സിസ്റ്റ് ഉണ്ട് ഒരു സ്ഥലത്ത്. ഈ റൂമിൽ ഞാനുണ്ട്. ഈ റൂമിലുള്ള കണ്ണാടിക്കും ചുമരിനും ഇവിടെയുള്ള കസേരക്കും മേശക്കും ചേർന്നല്ല എന്നെ അറിയാം. പക്ഷെ എൻ്റെ പുറത്തേക്ക് പോയാൽ എന്നെ അറിയില്ല, എന്നെ ആർക്കും അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്നെ അറിയാം, ഇതിനുള്ള എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ ഇതിനുള്ള ആർക്കും നിങ്ങളെ അറിയില്ല. കാരണം ഇതെൻ്റെ ലോകോ, ഇതെൻ്റെ ലോകോ. നീയൊക്കെ ലൈഫിൽ സക്സസ് ആയി, നിനക്ക് ജോലി, നല്ല ഭർത്താവ്, കുട്ടികൾ, എന്നിട്ട് നീ തന്നെ കാണാൻ വരുന്നത് തന്നെ ഇപ്പോ. പക്ഷെ നീ വരുമ്പോ, നീ എന്നെ കാണുമ്പോ ഞാനിങ്ങനെ സക്സസ്സാ. നിനക്ക് സന്തോഷമില്ലേ? ഞാൻ സക്സസ്സാ. എന്നെ നോക്ക്, ഞാൻ സക്സസ്സാ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സക്സസ്സാ. കണ്ടില്ലേ, ഞാൻ സക്സസ്സാ. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നു. ഞാൻ സക്സസ്സാ. എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ്സാ.